ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് വോട്ടർ ഐ ഡി കാർഡിലുള്ള ജനന തീയതി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ വോട്ടർ ഐ ഡി കാർഡിന്റെ സൈറ്റിൽ വന്ന ശേഷം അക്കൗണ്ട് നിങ്ങൾക്ക് നിലവിലില്ല എങ്കിൽ സൈനപ്പ് ഭാഗം ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മുന്നേയുള്ള പല വീഡിയോകളിലും കാണിച്ചതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല, ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യണമെന്ന് മാത്രമാണുള്ളത്. അക്കൗണ്ട് ആയ ആളുകൾ ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. റിക്വസ്റ്റ് ഒ ടി പി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മൊബൈലിലേക്ക് ഒരു ഒ ടി പി സ്വീകരിക്കുക. ഞാൻ മുന്നേ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലുള്ള വെക്കുന്ന ഒരു മൊബൈൽ നമ്പറിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒ ടി പി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു ഐ ഡിയിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് എന്ത് തരത്തിലുള്ള സർവീസുകൾ ചെയ്യാവുന്നതാണ്. വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് തിരുത്തലുകൾ വരുത്തുന്നതിനും, അതിന് ഉദാഹരണത്തിന് എന്ത് തിരുത്തലുകളായാലും, ഫോട്ടോ മാറ്റായാലും അഡ്രസ് മാറ്റലായാലും പേര് മാറ്റലായാലും ഇനി എന്ത് തിരുത്തലുകളായാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോം 8 ആണ്. സോ ഫോം 8 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അതർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ കസ്റ്റമറുടെ അല്ലെങ്കിൽ തിരുത്തേണ്ട ആളുടെ ആ ഒരു എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പേര് ഇവിടെ കാണിക്കുന്നതാണ്. വെരിഫൈ ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് തിരുത്തൽ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് അടുത്തതിലേക്ക് പോവുക. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ചിട്ട് വേറെ തിരുത്തലുകളൊന്നും വരുത്താനില്ല, ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും, അതുകൊണ്ട് ഇതിനകത്ത് തിരുത്തുന്നില്ല. ഇവിടെ നമുക്ക് തിരുത്തേണ്ട കോളത്തിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ് ഈ ലിസ്റ്റിലുള്ളത് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ആ ലിസ്റ്റിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ആധാർ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ ഒരു ഏജ് പ്രൂഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ പ്രൂഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഫോട്ടോയും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ കൂടി, അപേക്ഷിക്കുന്ന ആളുടെ ഫോട്ടോ കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോയും ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് നമുക്ക് കാണിക്കുന്നു. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഇവിടെ പ്ലേസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ അപേക്ഷ കൊടുക്കുന്ന സ്ഥലം എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നതാണ്. താഴേക്ക് വരിക. ഇവിടെ നമുക്ക് നമ്മുടെ സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് യെസ് കാണിക്കും. യെസ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് സബ്മിറ്റ് ആവില്ല, കാരണം ഞാൻ ഒരു അപേക്ഷ എൻ്റെ പരിഗണനയിലുള്ളത് കൊണ്ട് എനിക്ക് അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലാത്ത ആളുകൾക്ക് യെസ് കൊടുത്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ആവുന്നതാണ്. മുന്നേക്ക് കാണിച്ചതുപോലെ തന്നെ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ്. കസ്റ്റമർക്ക് അത് പ്രിന്റ് എടുത്ത് കൊടുക്കും.